അതായത് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജോ അവിടേക്കുള്ള 15% സീറ്റുകൾ, അതേപോലെ എയിംസ് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിലും നിർബന്ധമായും ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് എല്ലാ റൗണ്ടിലും രജിസ്ട്രേഷൻ ആവശ്യമില്ല, ബട്ട് രജിസ്ട്രേഷന്റെ സ്കെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 1 മുൻപ് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കരുതി വെക്കണം. എല്ലാത്തിന്റെയും ഒറിജിനൽസ് നിങ്ങളുടെ കയ്യിൽ വേണം. 4 റൗണ്ടുകളുടെയും ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അലോട്ട്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, എന്നാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഹായ് എവരിവൺ, ദിസ് ഇസ് എയിൻജെ. സോ മക്കളെ, നമ്മൾ കാത്തിരുന്ന ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്സ് വന്നിരിക്കുകയാണ്. MCCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ സ്കെഡ്യൂൾ കാണാൻ സാധിക്കും. MBBSന്റെയും BDSന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ 2-3 പാർട്സ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ലെങ്ത് കൂടിയിട്ട് നിങ്ങൾക്ക് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കെഡ്യൂൾ ഡിസ്കസ് ചെയ്യും, രജിസ്ട്രേഷൻ എന്താണ്, ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്താണെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ്, ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെന്റ് എന്താണെന്ന്. എങ്കിൽ കൂടി വളരെ ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, അവിടുത്തെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ് വേണമെങ്കിൽ മക്കൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെയുള്ള ആകെ സീറ്റുകളുടെ, മുഴുവൻ ഗവൺമെന്റ് സീറ്റുകളുടെ 15% സീറ്റ്, 100 സീറ്റ് ഉണ്ടെങ്കിൽ 15 സീറ്റ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ അല്ലെ? അവിടേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ രജിസ്ട്രേഷന്റെ ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ്, 4 റൗണ്ട്സിലായിട്ടാണ് അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4 ഇസ് സ്ട്രേ വേക്കൻസി റൗണ്ട്. എല്ലാ റൗണ്ടുകളുടെയും സ്കെഡ്യൂൾ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അലോട്ട്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്ന് രജിസ്ട്രേഷൻ നടത്താം, ചോയ്സ് ഫില്ലിംഗ് എന്ന് നടത്താം, എന്നാണ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരിക, എന്നാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുക. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ടൈം കളയാതെ നോക്കാം. ആദ്യം റൗണ്ട് 1നെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു 4 റൗണ്ടുകൾ. അതിൽ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 21 ആണ്. കാരണം ജൂലൈ 21 മുതൽ ജൂലൈ 28 വരെയാണ് എന്ത് രജിസ്ട്രേഷൻ പ്രോസസ് നടക്കുക. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഓൾ ഇന്ത്യ കോട്ട പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ക്വാളിഫിക്കേഷൻ കട്ട് ഓഫിന് ക്രോസ് ചെയ്ത ആളുകൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തേത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ പേയ്മെന്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഫീയും വേണ്ട ഡോക്യുമെന്റ്സും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. യെസ്, അപ്പോൾ രജിസ്ട്രേഷൻ ഫീ, ആ പേയ്മെന്റ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് ജൂലൈ 28 3 മണി വരെയാണ്. 3 PM വരെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ആയിരിക്കും പേയ്മെന്റ്. അവസാന ടൈം നോക്കിയിരിക്കരുത്. അതായത് സ്കെഡ്യൂൾ പ്രകാരം ഇപ്പോൾ നിലവിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിലവിൽ എന്താണോ പറഞ്ഞ ഡേറ്റ്, ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ നടത്തുക. ജൂലൈ 21 എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. 28 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താം. 28 12 മണി വരെ ആയിരിക്കും രജിസ്ട്രേഷൻ. പേയ്മെന്റ് 3 മണി വരെ നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. യെസ്, 22 ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ചോയ്സ് ഫില്ലിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ, നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ. ചില ആൾക്കാർക്ക് MBBS മാത്രമായിരിക്കും വേണ്ടത്. ചില ആൾക്കാർ MBBS വെച്ചതിന് ശേഷം BDSും കൂടി ആഡ് ചെയ്യും അല്ലെ? ചില ആൾക്കാർക്ക് MBBSും BDSും വേണ്ട ആളുകളുണ്ടാവും. അപ്പൊ അത് പ്രയോറിറ്റി അനുസരിച്ച് ഏത് കോളേജാണോ ആദ്യം കിട്ടിയാൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യം. ചിലർക്ക് എയിംസ് ക്യാമ്പസുകളിൽ പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം, ചിലർക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം അല്ലെ? അത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച്, നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ചോയ്സ് കൊടുക്കുക. ഓക്കെ, അതാണ് ചോയ്സ് ഫില്ലിംഗ്. നമ്മുടെ ഇപ്പോൾ കീമിന്റെ വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും. സ്കീമിന്റെ ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാണ് പറയുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 22 മുതൽ ജൂലൈ 28 വരെയാണ്. ജൂലൈ 28 11:55 PM വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് ആവശ്യമായ ചോയ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. വളരെ കൃത്യമായി ശ്രദ്ധിച്ച് മാത്രം ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ഓക്കെ, ആൻഡ് ചോയ്സ് ലോക്കിംഗ് ആണ് എടുത്തത്. നിങ്ങൾ വേണ്ട എല്ലാ ചോയ്സും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളത് കൺഫേം ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, ചോയ്സ് ലോക്കിംഗ് നടത്തുന്നു. അതിനുള്ള ടൈം എന്ന് പറയുന്നത് ജൂലൈ 28 11:55 PM വരെയാണ്. ഓക്കെ, ലാസ്റ്റ് ടൈം നോക്കിയിരിക്കരുത്. നിങ്ങൾ മാക്സിമം
എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ നമുക്ക് ഇത്രയും ഡേറ്റ് സമയമുണ്ട്. ജൂലൈ 21 മാത്രമാണ് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ദെൻ ബാക്കി 2 ദിവസം 29th 13th അലോട്ട്മെന്റിന്റെ പ്രോസസ്സിംഗ് ടൈമാണ്. അതിനുശേഷം ജൂലൈ 31 തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കറക്റ്റ് സ്കെഡ്യൂൾ അനുസരിച്ച് പോയാൽ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 31 തന്നെ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയിംസിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. അത് August 1 മുതൽ August 6 വരെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. ആൻഡ് 7th to 8th എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത ഡേറ്റയൊക്കെ വെരിഫിക്കേഷൻ നടത്തും. അതിനുള്ള ടൈമാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ഡേറ്റയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഡോക്യുമെന്റ്സും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് കോളേജിന് വെരിഫൈ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത് അതേ കോളേജിലാണ്. അപ്പൊ അതും കാര്യങ്ങളൊക്കെ നടക്കും. യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് ഫസ്റ്റ് റൗണ്ടിന്റെ കാര്യം. അപ്പൊ മക്കളെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളത് മിസ് പറഞ്ഞു. ഓൾ ഇന്ത്യ കോട്ടയുടെ 15% സീറ്റുകൾ, അമൃത പോലത്തെ ഡീംഡ് കോളേജുകൾ, ഓൾ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഓക്കെ, എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എയിംസ് ഡൽഹിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ജിപ്മർ 2 ജിപ്മർ കോളേജുകൾ, പുതുച്ചേരിയും കാരക്കലുമുള്ള ജിപ്മർ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾക്ക് MBBS പോകണമെങ്കിൽ, അപ്പോൾ MBBS-നും BEDS-നും BSc നഴ്സിംഗിനും വേണ്ടിയിട്ടുള്ള സ്കെഡ്യൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യെസ്, ആൻഡ് റൗണ്ട് 2 ജസ്റ്റ് ഒന്ന് പറയാം. റൗണ്ട് 2 ഇപ്പൊ നമുക്ക് തൽക്കാലം ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞുവിടാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് August 12 മുതൽ August 18 വരെയാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്ത ആളുകൾ റൗണ്ട് 2 വന്ന് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം രജിസ്ട്രേഷൻ ഫീയും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ റൗണ്ട് 2 നമ്മൾ എത്തുന്നു. റൗണ്ട് 2 പേയ്മെന്റ് റൗണ്ട് 1 ചെയ്യാത്ത ആളുകൾക്ക് റൗണ്ട് 2 അഗെയിൻ അവസരമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ്. 13th മുതൽ ചോയ്സ് ഫില്ലിംഗ് നടത്താം. ഫ്രഷ് ആയിട്ടുള്ള ചോയ്സുകൾ എല്ലാ കാൻഡിഡേറ്റ്സും. റൗണ്ട് 1 മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ. ബട്ട് റൗണ്ട് 2 എന്തുണ്ട്? ചോയ്സ് ഫില്ലിംഗ് റൗണ്ട് 2 നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചോയ്സ് ഫില്ലിംഗ് നടത്തി, ഇനി സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ നടത്താതിരിക്കണോ? പറ്റില്ല. വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള ചോയ്സുകൾ കൊടുക്കുക. യെസ്, അതിന്റെ ടൈം എന്ന് പറയുന്നത് August 13 മുതൽ 18 വരെയാണ്. August 19, 20 ഡേറ്റുകളിൽ അലോട്ട്മെന്റിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമാണ്. August 21 റിസൾട്ട് വരും. August 21 റിസൾട്ട് വരും. August 22 മുതൽ 29 വരെ 8 ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമാണ്. ആ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമാണ്. ദെൻ വെരിഫിക്കേഷനും കാര്യങ്ങളുമായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ. ഓക്കെ, റൗണ്ട് 3 നമ്മൾ കിടക്കുകയാണ്. റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd September മുതൽ 8th September വരെയാണ് നിലവിലെ സ്കെഡ്യൂൾ പ്രകാരം. ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് നടക്കുക September 3rd മുതൽ September 8th വരെ ആയിരിക്കും. ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. ചോയ്സ് ലോക്കിംഗ് എൻഡ് ചെയ്യുന്നത് 8 September 4 മണിക്കാണ് കേട്ടോ. 8 September 4 PM ചോയ്സ് ലോക്കിംഗ് നടത്തി കൺഫേം ചെയ്യണം. യെസ്, ദെൻ 9th 10th അലോട്ട്മെന്റിന്റെ പ്രോസസ്സിംഗ് ടൈമാണ്. റിസൾട്ട് വരുന്നത് September 11. അപ്പൊ September 8 നിങ്ങൾ ചോയ്സ് ലോക്കിംഗ് നടത്തിയാൽ പിന്നെ September 11 നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. September 11 റിസൾട്ട് വരും, അത് ചെക്ക് ചെയ്യുക. 12 മുതൽ 18 വരെ നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോട് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ കിട്ടിയെങ്കിൽ ആ ഒരു സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് കേരളത്തിന് വെളിയിലുള്ള സീറ്റുകൾ വെക്കാം, തമിഴ്നാട്ടിൽ സീറ്റ് വെക്കാം, കർണാടകത്തിൽ സീറ്റ് വെക്കാം. ഓക്കെ, അവിടുത്തെ എല്ലാ ഗവൺമെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് 15% സീറ്റുകൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. യെസ്, ഓക്കെ. ഇനി റൗണ്ട് 3 ശേഷം വരുന്നത് എന്ത് റൗണ്ടാ? സ്ട്രേ വേക്കൻസി റൗണ്ടാ. സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. സ്ട്രേ വേക്കൻസി റൗണ്ടിൽ രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ 2nd September മുതൽ September 24th വരെയാണ്. അപ്പൊ സ്ട്രേ വേക്കൻസി റൗണ്ടിനെ കുറിച്ച് അതേപോലെ റൗണ്ട് 3 റൗണ്ട് 2 പ്രത്യേകതകളൊക്കെ ആ ഒരു ടൈമിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. എവിടേക്ക് നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളത് ആ റൗണ്ടിന് തൊട്ട് മുൻപ് പറയാം. കാരണം എല്ലാം ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പോഴേ ഇരിക്കേണ്ട ആവശ്യമില്ല. എനിവേ അലോട്ട്മെന്റ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് നോക്കുക 27 September മുതൽ 3rd October വരെ. അതായത് ജൂലൈയിൽ തുടങ്ങി ഒക്ടോബറിൽ എൻഡ് ചെയ്യുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്കെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രമാണ്. സ്ട്രേ വേക്കൻസി റൗണ്ടിന്റെ പ്രത്യേകതയും രജിസ്ട്രേഷൻ പുതുതായിട്ട് ഇനി നിങ്ങൾ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ ഓരോ റൗണ്ടിനെയും മുന്നേ അപ്ഡേറ്റ് ചെയ്ത് തരാം. യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.